അടുത്ത ഒരു ടോപ്പിക്കാണ് ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഒരു ഈസി ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ IMS എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് തന്നിട്ട് ഏത് അസുഖമാണ്, ചില ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് തന്നിട്ട് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഫിസിയോളജിക്കൽ പാരാമീറ്റർ കൂടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഈസി ടോപ്പിക്കാണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റും ആണ്. സോ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡിസീസ് കണ്ടീഷൻസ്. ഇപ്പം ചില ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ചില ഡിസീസ് കണ്ടീഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, കൂടാം കുറയുകയൊക്കെ ചെയ്യാം. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൾസ് റേറ്റ് ആണ്. എല്ലാവരും കേട്ടുള്ളൊരു എന്താണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫാർമക്കോളജി ടേം ആയിരിക്കും, മെഡിസിനൽ ടേം ആയിരിക്കും എന്ത്, പൾസ് റേറ്റ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ പൾസ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് എന്താണ്, ഹാർട്ട് റേറ്റ് ആണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്. ഇതിനെയാണ് നമ്മൾ പൾസ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. As the heart pushes the blood through the arteries expand and contract with the flow of the blood. ഇതാണ് നമുക്ക് പൾസ് റേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. സോ നോർമൽ ആയിട്ടുള്ള പൾസ് റേറ്റ് അത് ആളുകൾക്കനുസരിച്ചും ഏജിനനുസരിച്ചിട്ടും വ്യത്യാസം വരും. ഇപ്പം അഡൽട്ടിലാണെങ്കിൽ 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് നോർമലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേസമയം കുട്ടികളിലാണെങ്കിൽ അത് 70 to 150 ബീറ്റ്സ് വരെ പോകാം. ഇനി ഇൻഫൻസിലാണെങ്കിൽ നോക്ക്, സ്റ്റാർട്ടിങ് തന്നെ 100 ആണ്, 100 to 160 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പം നോക്കൂ, ഏജിനനുസരിച്ചിട്ട് എന്ത് വ്യത്യാസം വരുന്നുണ്ട്, ഈ പൾസ് റേറ്റിൽ എന്ത് വ്യത്യാസം വരുന്നുണ്ട്. അഡൽട്ടിൻ്റെതല്ല ഇൻഫൻസിന്. അഡൽട്ടിന് 100 ബീറ്റ്സ് പെർ മിനിറ്റ് വരെയാണ് മാക്സിമം എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫൻസിനെ നോക്ക്, സ്റ്റാർട്ടിങ് തന്നെ 100 ആണ്, 100 to 160 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് അവർക്ക് നോർമൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ വന്ന ചില രോഗങ്ങളെ കാണിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞു, 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞു. 100 ബീറ്റ്സ് പെർ മിനിറ്റിന് എബോവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടീഷൻ എന്ത് വിളിക്കും, ടാക്കിക്കാർഡിയ എന്ന് വിളിക്കും. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആയിരിക്കുമല്ലോ. ഇനി 60 to 100 ബീറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇത് 100ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ടാക്കിക്കാർഡിയ ആകും. 60ക്ക് താഴെ പോയി കഴിഞ്ഞാൽ എന്ത് പറയും, നമ്മളതിനെ ബ്രാഡിക്കാർഡിയ എഫക്റ്റ് എന്നും പറയും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പൾസ് റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് പൾസ് റേറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ദി ഹാർട്ട് റേറ്റ് ഓർ ദ നമ്പർ ഓഫ് ടൈംസ് ദ ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്. അതായത് ഓരോ ടൈമും ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആർട്ടിലൂടെ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അളവാണ് നമ്മൾ പൾസ് റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പൾസ് റേറ്റ് ആൻഡ് ഹാർട്ട് റേറ്റ്. ഇപ്പോൾ ഒരു ഫാക്ടർ നമ്മൾ പറഞ്ഞു, ഏജ് ഒരു ഫാക്ടറാണ് അല്ലേ. ഇൻഫൻസിന്, ചിൽഡ്രൻസിന്, എൽഡർലി പേഷ്യൻസിന്, ഇവർക്ക് 3 പേർക്കും ഹാർട്ട് ബീറ്റിൽ അല്ലെങ്കിൽ പൾസ് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അതുകൂടാതെയുള്ള മറ്റ് ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഏജ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജെൻഡർ ഒരു ഫാക്ടറാണ്. ബോഡി ബിൽഡ് എങ്ങനെയുള്ളയാണോ ഒരാളനുസരിച്ചിട്ടും മാറ്റം വരുന്നുണ്ട്. ടോൾ പേഴ്സൺസ് യൂഷ്വലി ഹാവ് എ സ്ലോവർ ഹാർട്ട് ആൻഡ് പൾസ് റേറ്റ് ദാൻ ഷോർട്ട്. ഇനി എക്സസൈസ് ആക്ടിവിറ്റി നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും സ്റ്റേർനസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. സോ റേറ്റ് ഇൻക്രീസസ് വിത്ത് എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റി ആൻഡ് ഡിക്രീസസ് വിത്ത് റെസ്റ്റ്. നമ്മൾ ആ സ്റ്റേർനസ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. അതേസമയം അത് നമ്മൾ നിർത്തി എവിടെയെങ്കിലും റെസ്റ്റ് എടുത്ത് നിൽക്കുമ്പം ഹാർട്ട് ബീറ്റും എന്താകും, നോർമലിലോട്ട് പോകും. ഇനി സ്ട്രെസ് ആൻഡ് ഇമോഷൻ, അതും ഒരു ഫാക്ടറാണ്. Stimulation of sympathetic nervous systems and emotions such as anger, fear will increase the heart rate and pulse rate. ചില ഇമോഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ട് റേറ്റിന് അല്ലെങ്കിൽ പൾസ് റേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭയമോ അല്ലെങ്കിൽ ദേഷ്യമോ ഉള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ബോഡി ടെമ്പറേച്ചർ 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുമ്പോഴത്തേക്കും 10 ബീറ്റ്സ് പെർ മിനിറ്റ് ഓഫ് ഹാർട്ട് ആൻഡ് പൾസ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി 1 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് 50 ബീറ്റ്സ് പെർ മിനിറ്റ് ഓഫ് ഹാർട്ട് ആൻഡ് പൾസ് റേറ്റിലും എന്തുണ്ടാവുന്നുണ്ട്, ഇൻക്രീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, ബ്ലഡ് വോളിയം. എക്സസീവ് ബ്ലഡ് ലോസ് കോസസ് ദി ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ടു ഇൻക്രീസ്. നമ്മുടെ ബ്ലഡ് വോളിയം ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ ബ്ലഡ് വോളിയം എന്ന് പറയുന്നത്, അതിലെന്തെങ്കിലും കുറവ് വന്നാൽ അതെന്ത് സംഭവിക്കും, ഹാർട്ട് റേറ്റും പൾസ് റേറ്റും കൂട്ടാനുള്ള ചാൻസ്. അപ്പോൾ ബോഡിക്ക് അല്ലെങ്കിൽ ഹാർട്ടിന് കൂടുതൽ പ്രഷർ കൊടുത്ത് എന്ത് ചെയ്യേണ്ടി വരും, പമ്പ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ബ്ലഡ് വോളിയം കുറയുന്ന അവസ്ഥയിൽ. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പൾസ് ആൻഡ് ഹാർട്ട് റേറ്റ്. ടാക്കിക്കാർഡിയ, ബ്രാഡിക്കാർഡിയ റേഞ്ച് ഒന്ന് ഓർത്തിരിക്കുക.
നോർമൽ അഡൽട്ടിൻ്റെ എത്രയാണ് ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഏജ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, ബോഡി ബിൽഡ് ഉണ്ട്, എക്സസൈസ് ആക്ടിവിറ്റി എല്ലാവർക്കും അറിയാമെന്നുള്ള. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഹാർട്ട് ബീറ്റ് കൂടും. പിന്നെ സ്ട്രെസ്സും ഇമോഷൻസിൻ്റെ സമയത്തും ഹാർട്ട് ബീറ്റ് കൂടാറുണ്ട്. ബോഡി ടെമ്പറേച്ചർ ഇസ് ആൾസോ എ ഫാക്ടർ ഗവേണിംഗ് ദി പൾസ് റേറ്റ് ആൻഡ് ഹാർട്ട് റേറ്റ്. ലാസ്റ്റ് വൺ ബ്ലഡ് വോളിയം. അടുത്തൊരു പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആണ് ബ്ലീഡിംഗ് ടൈമും ക്ലോട്ടിംഗ് ടൈമും. എന്താണ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്? അതിനെ പ്രോത്രോംബിൻ ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ എ സാമ്പിൾ ഓഫ് ബ്ലഡ് ടു കോയാഗുലേറ്റ് ഇൻ വിട്രോ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അതായത് നമ്മൾ ലാബിലായാലും ഒക്കെ ഈ ക്ലോട്ടിംഗ് ടൈം നോക്കുന്നത് ഇൻ വിട്രോ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്ത് ബ്ലഡ് എടുത്തു കഴിഞ്ഞിട്ട് എത്ര സമയം വേണ്ടി വരുന്നു, ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ബ്ലഡ് ക്ലോട്ട് ആവാൻ എത്ര ടൈം വേണ്ടി വരുന്നു എന്നുള്ളതാണ് ക്ലോട്ടിംഗ് ടൈം അല്ലെങ്കിൽ പ്രോത്രോംബിൻ ടൈം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ബ്ലീഡിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെഡിക്കൽ ടെസ്റ്റ് ഡൺ ഓൺ സംവൺ ടു ആസസ് ദ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ. നമ്മുടെ ബോഡിയിലെ പ്ലേറ്റ്ലെറ്റ് ആണല്ലോ എന്ത് ചെയ്യുന്നത്, ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബ്ലീഡിംഗ് ടൈം നോക്കും. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ബ്ലീഡിങ് എന്താകും, സ്റ്റോപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് അടുത്ത രണ്ട് ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ്. പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ് പോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ബ്ലീഡിംഗ് ടൈമും അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ടൈം അല്ലെങ്കിൽ പ്രോത്രോംബിൻ ടൈമും ബ്ലീഡിംഗ് ടൈമും. സോ ഇതിൻ്റെ നോർമൽ വാല്യൂസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഹാർട്ട് റേറ്റിൻ്റെ, പൾസ് റേറ്റിൻ്റെ ഒക്കെ പറഞ്ഞില്ല, അതേപോലെ തന്നെ ബ്ലീഡിംഗ് ടൈം എന്ന് പറയുന്നത് 2 to 6 minutes വരെ ആകാം. ആൻഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 2 to 8 minutes വരെയാണ്. 2 minutes തന്നെ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ അത് ക്ലോട്ട് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്നാലും ഇതാണൊരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ബ്ലീഡിംഗ് ടൈം എപ്പോഴൊക്കെ പ്രൊലോങ് ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 to 6 minutes വരെ ആകാം, അത് നോർമലാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു ടൈമും പ്രൊലോങ് ചെയ്ത് പോകാൻ പറ്റുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും രോഗമുള്ളവരായിരിക്കും. ഒന്ന് ത്രോംബോസൈറ്റോപീനിയ. എന്താ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്? ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതിനെയാണ് വിളിക്കുന്നത് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. ബോൺ മാരോ അപ്ലീസിയ, അതായത് നമ്മുടെ ഈ RBC, WBC, പ്ലേറ്റ്ലെറ്റ് പോലുള്ള ഈ ബ്ലഡ് സെല്ലുകളെല്ലാം ഫോം ചെയ്യുന്ന ബോൺ മാരോയിൽ നിന്നാണ് അല്ലേ. അപ്പം അതിനെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ, ബോൺ മാരോ അപ്ലീസിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയും. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറഞ്ഞാൽ അതെന്തിനേയും ബാധിക്കും, ബ്ലീഡിംഗ് ടൈമും പ്രൊലോങ് ചെയ്യാൻ ചാൻസ് ആകും. ഡിഫക്റ്റീവ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. പ്ലേറ്റ്ലെറ്റുകൾ എങ്ങനെയാണ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നത്? പ്ലേറ്റ്ലെറ്റ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ക്ലോട്ടിങ് ഫോം ചെയ്യുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ അഗ്രിഗേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ശരിയായ രീതിയിലല്ല നടക്കുന്നതെങ്കിൽ അതും ബ്ലീഡിംഗ് ടൈം എന്ത് ചെയ്യും, പ്രൊലോങ് ചെയ്യിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ക്ലോട്ടിംഗ് ടൈം എത്രയാണെന്ന് പറഞ്ഞു? 2 to 8 minutes വരെ ആകാമെന്ന് പറഞ്ഞു. ക്ലോട്ടിംഗ് ടൈം ഈ ഒരു ടൈമും കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, അത്രയും സമയമായിട്ടും ക്ലോട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനെയൊക്കെ സൂചിപ്പിക്കാം? ലിവർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക്, കാരണം മിക്ക ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും നമ്മളെ ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന മിക്ക ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്. അപ്പം ലിവർ ഡിസീസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ചിലപ്പോൾ കുറയ്ക്കും. അങ്ങനെ വന്നാൽ ക്ലോട്ടിംഗ് ടൈമും എന്ത് ചെയ്യും, കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും ആൻറ്റി കോയാഗുലൻ തെറാപ്പി എടുക്കുന്നവരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വാർഫാറിൻ അല്ലെങ്കിൽ ആസ്പിരിൻ പോലെ എന്തെങ്കിലും ആൻറ്റി കോയാഗുലൻ തെറാപ്പി എടുക്കുന്നവരിൽ ഈ ക്ലോട്ടിംഗ് ടൈം ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിൽക്കത്തില്ല, അതിന് അപ്പുറത്തേക്കാകും. പിന്നെ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ, വൈറ്റമിൻ കെ എന്ന് പറയുന്നതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. അപ്പോൾ അത് ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലും ഈ ഒരു ക്ലോട്ടിംഗ് ടൈം ആയിരിക്കത്തില്ല, പ്രൊലോങ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് ബ്ലീഡിംഗ് ടൈമും ക്ലോട്ടിംഗ് ടൈമും. ബ്ലീഡിംഗ് ടൈം എന്താണ് പറയുന്നത്? പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീഡിംഗ് ടൈം നോക്കുന്നത്. ക്ലോട്ടിംഗ് ടൈമിലൂടെ നമ്മുടെ എത്ര സമയമെടുത്താണ് ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഇൻവിട്രോ ആയിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രണ്ടിൻ്റെയും നോർമൽ വാല്യൂസും ഏതൊക്കെ കണ്ടീഷനിലാണ് അത് കൂടുന്നത്, ഈ ഒരു നോർമൽ വാല്യൂവിൽ നിന്ന് അത് പ്രൊലോങ് ചെയ്ത് പോകുന്നതെന്നുള്ള കണ്ടീഷൻസും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ പ്രഷർ എന്താണ് ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ദ പ്രഷർ ദ ബ്ലഡ് എക്സേർട്ട് അഗെയിൻസ്റ്റ് ദി ഇന്നർ ബ്ലഡ് വെസൽ വാൾ, അതാണ് നമ്മൾ ബ്ലഡ് പ്രഷറായിട്ട് മെഷർ ചെയ്യുന്നത്.
നമുക്ക് ബ്ലഡ് പ്രഷർ രണ്ട് ബ്ലഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. സിസ്റ്റോളിക് ബി പി നോക്കും, ഡയസ്റ്റോളിക് ബി പി നോക്കും. സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത് ദ പ്രഷർ ഇൻ ദ ആർട്ടറി അറ്റ് ദ പീക്ക് ഓഫ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. നമുക്കറിയാം ഹാർട്ടിൻ്റെ ചേംബറിൽ ഓറിക്കിൾസ് ഉണ്ട്, വെൻട്രിക്കിൾസ് ഉണ്ട്. അത് കൺട്രാക്റ്റും ചെയ്യും, റിലാക്സും ചെയ്യും. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആർട്ടറീസിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷറായിട്ട് മെഷർ ചെയ്യുന്നത്. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഇൻ ദ ആർട്ടറീസ് വെൻ ദ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത്. മാറിപ്പോരുത്. ഡയസ്റ്റോളിക് എന്ന് പറയുന്നത് കൺട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നതാണ് വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ആർട്ടറീസിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സോ എന്താണ് ബ്ലഡ് പ്രഷർ? ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് എഗെയിൻസ്റ്റ് എന്താണ് ഇന്നർ ബ്ലഡ് വെസൽ വാൾ. ഇനി ഇതൊരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് ഈ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മേജർ രോഗം എന്താണ്? ഹൈപ്പർ ടെൻഷനാണ് അല്ലേ. അപ്പം നമ്മൾ ഏത് റേഞ്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്? പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് ഏതാണ്, ബോർഡർ ലൈൻ ഏതാന്നുള്ളതിനൊക്കെ ഒരു JNC7 ക്ലാസിഫിക്കേഷനുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ വന്നിപ്പോൾ ഇവിടെ പറയുന്നുണ്ട് JNC7 ബ്ലഡ് പ്രഷർ ക്ലാസിഫിക്കേഷൻ അഡൽട്ട് ഏജ്ഡ് ഗ്രേറ്റർ ദാൻ 18 ഇയേഴ്സ്. 18 വയസ്സിന് മുകളിലുള്ള ഒരാളിൽ ഈ JNC7 ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ആൾ ഹൈപ്പർ ടെൻഷൻ ആണോ അല്ലയോ ബോർഡർ ലൈനിലാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കുന്നത്. ഇപ്പം നോർമൽ ആണെങ്കിൽ JNC7 ക്ലാസിഫിക്കേഷൻ പ്രകാരം നോർമൽ ആണെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ 120യും ഡയസ്റ്റോളിക് എന്ന് പറയുന്നത് 80യിൽ താഴെ ആയിരിക്കണം. ലെസ് ദാൻ 120 ആൻഡ് ലെസ് ദാൻ 80 ആണെങ്കിൽ മാത്രമേ JNC7 ക്ലാസിഫിക്കേഷൻ പ്രകാരം ആൾ നോർമൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് ആണെങ്കിൽ 120ക്കും 139നും ഇടയിൽ നിൽക്കണം എന്ത് സിസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 80നും 89നും ഇടയിൽ നിൽക്കണം. ഹൈപ്പർ ടെൻഷൻ തന്നെ ഇത് പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ്, അതായത് ഹൈപ്പർ ടെൻഷൻ ആയിട്ടില്ല എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് വരെ എത്തി. ഇനി ഹൈപ്പർ ടെൻഷൻ സ്റ്റേജിലോട്ട് വന്നു. അതിൽ തന്നെ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ഉണ്ട്. സ്റ്റേജ് 1ൽ 140 മുതൽ 159 വരെ പോകാം സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക്ക് 90 മുതൽ 99 വരെ. ഇനി ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 2 ഗ്രേറ്റർ ദാൻ 160, 160, ഇവിടെ 159 വരെയാണ് പറഞ്ഞിരുന്നത് അല്ലേ. 160, 160 കൂടുതലോ ആണെങ്കിൽ സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. 99 മാറി ഇവിടെ എത്രയായി? 100 ഓർ എബോവ് 100 ആവും. ഇതാണ് ഈ JNC7 ക്ലാസിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രകാരമാണ് പ്രീ ഹൈപ്പർ ടെൻഷൻ ആണോ, സ്റ്റേജ് 1 ആണോ, സ്റ്റേജ് 2 ആണോ, നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അടുത്തത് ബ്ലഡ് എക്സാമിനേഷനിൽ വരുന്നത്, അതായത് നമ്മൾ ബ്ലഡ് പരിശോധിക്കുമ്പം അതിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്താൽ, ഒന്ന് ഹിമോഗ്ലോബിൻ. എല്ലാവരും നമ്മൾ ബ്ലഡ് പാരാമീറ്റർ എടുത്ത് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് ഹിമോഗ്ലോബിൻ നമ്മൾ നോക്കാറുണ്ട്. പിന്നെ RBC കൗണ്ട്, WBC കൗണ്ട്, പിന്നെ ഇതിൽ തന്നെ ഡിഫറൻഷ്യൽ ലൂക്കോസൈറ്റ് കൗണ്ട്, പിന്നെ ESR എർത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്, പിന്നെ മീൻ കോർപ്പസ്കുലാർ വോളിയം. ഇതൊക്കെയാണ് ബ്ലഡ് എക്സാമിനേഷൻ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ്. ആദ്യം നമുക്ക് ഹിമോഗ്ലോബിൻ എന്താണെന്നും അതിൻ്റെ നോർമൽ വാല്യൂസും ഡിസ്കസ് ചെയ്യാം. ഹിമോഗ്ലോബിൻ is an iron containing protein which is found in the red blood cells. RBCയിൽ കാണാൻ കഴിയുന്ന ഒരു എന്താണ് അയൺ കണ്ടെയ്നിങ് പ്രോട്ടീൻ ആണ് ഈ ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹിമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ RBCക്ക് റെഡ് കളർ ഉണ്ടാകുന്നത്. ഇതൊക്കെ കോമൺ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. So hemoglobin test is done to check the hemoglobin level of your blood. This will helps to diagnose the conditions like anemia. പ്രധാനമായിട്ടും നമ്മൾ ബ്ലഡിലെ HB കൗണ്ട് നോക്കുന്നത് നമുക്ക് വിളർച്ചയുണ്ടോ, അനീമിക് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ടു ഡയഗ്നോസ് ദ കണ്ടീഷൻസ് ലൈക്ക് അനീമിയ, അതായത് വിളർച്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HB കൗണ്ട് നോർമലിൽ നിന്ന് ഒരുപാട് കുറവായിരിക്കും. ഇനി പോളിസൈത്തീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. അതെന്താണ്? HB കൗണ്ട് ഭയങ്കരമായിട്ടും കൂടുതലായിരിക്കും. എല്ലാം നോർമൽ നിന്നാൽ മതി. ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം നോർമലാണ് നല്ലത്. കൂടിയാലും കുറഞ്ഞാലും അത് ഡിസീസ് കണ്ടീഷനെ ബാധിക്കും, ഡിസീസ് കണ്ടീഷനെ സൂചിപ്പിക്കും. HB കൗണ്ട് കുറഞ്ഞാൽ അനീമിക് ആയിരിക്കും. HB കൗണ്ട് കൂടിയാൽ എന്താണ്? പോളിസൈത്തീമിയാണ്. ഈ പോളിസൈത്തീമിയ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. RBC കൗണ്ട് കൂടുന്നത് എന്ത് രോഗത്തെ സൂചിപ്പിക്കുന്നുള്ളൂ? എന്തിനെയാണ്? പോളിസൈത്തീമിയ കണ്ടീഷനെയാണ് സൂചിപ്പിക്കുന്നത്. ടു മോണിറ്റർ ദ റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെൻറ്റ്. പിന്നെ HB കൗണ്ട് നോക്കുന്നതിനുള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അയൺ തെറാപ്പി എടുക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ
ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് HB കൗണ്ട് നോക്കാറുണ്ട്. ഇപ്പോൾ തീരെ HB കൗണ്ട് ഭയങ്കരമായിട്ടൊക്കെ കുറവുള്ള ആളുകൾക്ക് നമ്മൾ പുറമേ എന്ത് ചെയ്യും, അയൺ തെറാപ്പി പ്രിഫർ ചെയ്യും, അയൺ പ്രിപ്പറേഷൻസ് കൊടുക്കും. എന്നിട്ട് നമ്മൾ HB കൗണ്ട് നോക്കും, അതിൽ കൂടുതൽ വന്നോ അല്ലെങ്കിൽ നോർമൽ ലെവലിലോട്ടായോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് HB കൗണ്ട്. എന്താണ് പ്രധാനമായിട്ടും അനീമിക് ആണോ അല്ലെങ്കിൽ പോളിസൈത്തീമിക് കണ്ടീഷനിലോട്ട് ബോഡി പോയോ എന്നുള്ളത് അറിയാനും പിന്നെ അയൺ പ്രിപ്പറേഷൻസിൻ്റെ എന്താണ് റെസ്പോൺസ് മോണിറ്റർ ചെയ്യാനും നമ്മൾ HB കൗണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. ഇതാണ് റെഫറൻസ് റേഞ്ച്. ഓരോ വ്യക്തിക്കനുസരിച്ചിട്ടും പ്രായത്തിനനുസരിച്ചിട്ടും HB കൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ അഡൽട്ട് മെയിലിന് ഇതിൻ്റെ വാല്യൂ ഒന്ന് നോക്കുക, യൂണിറ്റ് ഒന്ന് നോക്കുക, ഗ്രാം പെർ ഡെസിലിറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതും എക്സാമിന് വെച്ചിട്ട് ഇപ്പം കാൽഷ്യം, സോഡിയം അങ്ങനത്തെയൊക്കെ നമ്മൾ മില്ലി ഈക്വലൻസിലല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കൂ എന്താണ് ഗ്രാം പെർ ഡെസിലിറ്ററിലാണ് നമ്മൾ ഹിമോഗ്ലോബിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത്. അഡൽട്ട് മെയിലിനെ സംബന്ധിച്ച് 14 മുതൽ 18 വരെയാണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ഫീമെയിലിനെ സംബന്ധിച്ച് നോക്കൂ, മെയിലിൻ്റെ അത്രയും ഇല്ല അല്ലേ, ഇവിടെ 14 മുതൽ 18 വരെ ഉണ്ടാകണം. ഇവിടെ 12 to 15 ഉള്ളൂ. എന്ത് ഫീമെയിൽസിന് ഹിമോഗ്ലോബിൻ കൗണ്ട് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. പിന്നെ ചിൽഡ്രൻസ് ഒരു 6 years to 12 years ആ കാറ്റഗറിയിലുള്ളവർക്ക് 11 മുതൽ 15 ഗ്രാം വരെ ഉണ്ടാവണം. ഇനി ഇൻഫൻസ് ആണെങ്കിൽ 2 to 6 month ഏജിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 10 മുതൽ 16 ഗ്രാം വരെ. ഇൻഫൻസ് 1 to 2 month ആണെങ്കിൽ ഇപ്പം ഉണ്ടാവും, പ്രായത്തിനനുസരിച്ചിട്ട് ഹിമോഗ്ലോബിൻ കൗണ്ടിലും വ്യത്യാസം വരുന്നുണ്ട്. 11 to 16 ആൻഡ് ന്യൂ ബോൺ ബേബീസിനാണ് ഏറ്റവും കൂടുതൽ 70 to 22 ഗ്രാം പെർ ഡെസിലിറ്റർ ആയിരിക്കണം അവരുടെ ഒരു നോർമൽ ഹിമോഗ്ലോബിൻ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫിസിയോളജിക്കൽ പാരാമീറ്ററാണ് RBC, എന്താണ് റെഡ് ബ്ലഡ് കോർപ്പസൽസ് അഥവാ എർത്രോസൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇതും മെയിൽ ഫീമെയിലിനനുസരിച്ചിട്ട് എന്ത് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഇപ്പം നോർമൽ RBC കൗണ്ട് കൊടുത്തിട്ടുണ്ട്, ലോ RBC കൗണ്ടും കൊടുത്തിട്ടുണ്ട്, ഹൈ എത്ര വരെ എത്തുന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. മെയിലാണെങ്കിൽ 4.7 to 6.1 മില്യൺ സെൽ പെർ മൈക്രോലിറ്റർ ആണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അത് ലോ ആയി കഴിഞ്ഞാൽ ലെസ് ദാൻ 4.7 പോകും. ഹൈ RBC കൗണ്ട് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 6.1 വരും. ഫീമെയിലിൽ നോക്കൂ, ഇവർക്ക് അത്രയും ഇല്ല, 4.2 to 5.4 ആണ് നോർമൽ റേഞ്ച്. നോക്കൂ മില്യൺസിലാട്ടോ, എന്താണ് യൂണിറ്റ് മാറിപ്പോരുത്. ഈ ബ്ലഡ് സെൽസുകൾ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്ന RBC ആണ്, മില്യൺ റേഞ്ചിലുണ്ട്. ഓക്കെ, 4.7 to 6.1 ലാക്കും 4.2 to 5.4 ലാക്കിലുമാണ് RBCയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് WBC കൗണ്ട്. WBC കൗണ്ട് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് സർക്കുലേറ്റിംഗ് WBC ഫോർ ഈച്ച് ടൈപ്പ്. WBC കൗണ്ടിൽ വരുന്ന വ്യത്യാസം എന്തൊക്കെ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു? ചിലപ്പം ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് WBC കൗണ്ട്, ഇപ്പം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ WBC ഈ ഓരോ എന്താണ് ബ്ലഡ് സെൽസിന് ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. WBCയുടെ മെയിൻ ജോലി എന്ന് പറയുന്നതാണ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കും WBC കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ WBC കൗണ്ട് ഓരോന്നും ഓരോ അസുഖത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട്, പോയ്സണിങ്ങിൻ്റെ ഭാഗമായിട്ട്, ലുക്കീമിയയിലൊക്കെ WBC കൗണ്ട് ഭയങ്കരമായിട്ട് കൂടും. കീമോതെറാപ്പി എടുക്കുമ്പോഴത്തേക്കും കൗണ്ട് എങ്ങനെയായിരിക്കും, വ്യത്യാസം വരുമോ? പാരസൈറ്റ് അല്ലെങ്കിൽ അലർജിക് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും WBC കൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ WBCയിൽ തന്നെ ഡിഫറൻഷ്യൽ ലൂക്കോസൈറ്റ് കൗണ്ട് നോക്കാറുണ്ട്. അതിൽ വരുന്നതാണ് ന്യൂട്രോഫില്, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ഇസിനോഫില്, ബേസോഫില് പോലുള്ള ഇത്. അപ്പം അതിൻ്റെ നോർമൽ റേഞ്ച് പറഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ ന്യൂട്രോഫില്ല 60 to 70% ആയിരിക്കും. എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ അളവ് വീണ്ടും കൂടും. കാരണം ന്യൂട്രോഫിൽസിനെ നമുക്ക് സോൾജിയേഴ്സ് ഓഫ് ദ ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ അളവ് കൂട്ടിയാണ് ജേംസിന് അല്ലെങ്കിൽ പാരസൈറ്റുകളെ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നത്, തുരത്തുന്നത്. പിന്നെ ലിംഫോസൈറ്റ് 20 to 25% ആണ്. എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ലിംഫോസൈറ്റ് കൗണ്ട് വീണ്ടും കൂടും. മോണോസൈറ്റ് 3 to 8% ആണ്. വീണ്ടും ഫംഗൽ ഓർ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ വാല്യൂ വീണ്ടും കൂടും. ഇസിനോഫിൽ അതെല്ലാവർക്കും കേട്ടുള്ളതാണ്. ഇസിനോഫീലി നമുക്ക് അലർജിക് റൈനൈറ്റിസ് പോലുള്ള പ്രശ്നമുള്ളവരിൽ ഇസിനോഫീലിക് കൗണ്ട് കൂടുതലായിരിക്കും. സോ ഇഫ് പാരസൈറ്റൽ അലർജിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ തുമ്മലോ ജലദോഷം പോലുള്ള എന്തെങ്കിലും അലർജി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഇസിനോഫിൽ കൗണ്ട് കൂടാറുണ്ട്. പിന്നെ ബേസോഫിൽ ലെസ് ദാൻ 1%. കണ്ടു, ഇതിലൊക്കെ ഏറ്റവും കുറവ് ബേസോഫിലാണ്, 1% താഴെ ഉള്ളൂ. പക്ഷേ അലർജിക് റിയാക്ഷൻ സമയത്തും ഹൈപ്പോ തൈറോയ്ഡ് ഉള്ളവരിലും ഇതിലും എന്ത് ചെയ്യാറുണ്ട്, കൂടാൻ ചാൻസ് ഉണ്ട്. സോ
സോ ഇതാണ് ഡിഫറൻഷ്യൽ WBC കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ന്യൂട്രോഫിലിൻ്റെ നോർമൽ വാല്യൂ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെയും സ്ട്രെസ്സിൻ്റെ സമയത്തും എലവേറ്റ് ചെയ്യും. ലിംഫോസൈറ്റ് കൗണ്ട് ഇതാണ്. മോണോന്യൂക്ലിയോസിസ്, വൂപ്പിംഗ് കഫ്, വൈറൽ ഇൻഫെക്ഷൻ്റെ സമയത്ത് ഇതിൻ്റെ അളവ് കൂടും. മോണോസൈറ്റ് 3 to 9 ആണ്. മലേറിയ, ട്യൂബർക്ലോസ്, ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ഒക്കെ സമയത്ത് എലവേറ്റഡ് ലെവലായിരിക്കും. ഇസിനോഫിൽ പറഞ്ഞിരുന്നു, അലർജിക് റിയാക്ഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, പാരസൈറ്റിക് വോം ഇൻഫെക്ഷൻസിൻ്റെ സമയത്ത് ഇസിനോഫിൽ കൗണ്ട് കൂടും. പാസോഫിൽ <1 ആണ്. ക്യാൻസർ, ചിക്കൻ പോക്സ്, ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻസിലൊക്കെ എന്തായിരിക്കും വാല്യൂ കൂടും. ഇത് അറിഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ ഏത് കണ്ടീഷനിലാണ് ഇതിൻ്റെ വാല്യൂ കൂടുന്നത് അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ് വാല്യൂ കുറയുന്നുള്ളത് അറിഞ്ഞിരുന്നാലേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ESR. അടുത്തൊരു പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ പാരാമീറ്റർ. നമ്മൾ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്യുമ്പം ESR കൗണ്ട് നോക്കാറുണ്ട്. നോർമൽ ESR മെയിലും ഫീമെയിലും വ്യത്യാസം വരുന്നുണ്ട്. നോർമൽ ESR ഇൻ മെയിൽ എന്ന് പറയുന്നത് 3 to 5 mm ഓൺ ഫസ്റ്റ് അവർ ആൻഡ് 7 to 50 mm ഓൺ സെക്കൻഡ് അവർ. ഇൻ ഫീമെയിൽസ് ദ വാല്യൂസ് ആർ സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. ഇപ്പം ESR എർത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ ESR കൗണ്ട് കൂടുതലായിരിക്കും. ഇപ്പം നോർമലായിട്ട് ഒരു 3 to 5 mm വരെ വരാം. ആദ്യത്തെ 1 മണിക്കൂറിൽ ഈ ഒരു റേഞ്ച് നിൽക്കും. 2 മണിക്കൂർ കഴിയുമ്പോൾ 7 to 50 mm വരെ വരുന്നുണ്ട്. ഇനി മോഡറേറ്റ്ലി എലവേറ്റഡ് ESR ആണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻഫ്ലമേഷൻ ആകാം, അല്ലെങ്കിൽ അനീമിക് ആകാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ESR കൗണ്ട് കൂടുന്നുണ്ട്. പിന്നെ ഓൾഡ് ഏജും ഒരു ഫാക്ടറാണ്. എങ്ങനെ? മോഡറേറ്റ്ലി എലവേറ്റഡ് ESRൻ്റെ കാര്യമാണ് പറയുന്നത്. അതേസമയം എ വെരി ഹൈ ESR അസോസിയേറ്റഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? മൾട്ടിപ്പിൾ മൈലോമ, ക്യാൻസർ, പോളിമയാൽജിയ, റുമാറ്റിക് അല്ലെങ്കിൽ ടെമ്പറൽ ആർത്രൈറ്റിസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും ESR കൗണ്ട് ഭയങ്കരമായിട്ട് കൂടുന്നത്. അല്ലാതെ ഒരു മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ESR കൗണ്ട് കൂടുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാകാം? ഇൻഫ്ലമേഷനെയോ അനീമിയയോ അല്ലെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഏജിനെയോ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ഇനി ഇൻക്രീസ്ഡ് ESR മേ ബി ഡ്യൂ ടു പ്രഗ്നൻസി, ഇൻഫ്ലമേഷൻ ആൻഡ് ക്യാൻസർ. ഇനി ESR കൗണ്ട് തീരെ കുറയുന്ന കണ്ടീഷനും ഉണ്ട്. എല്ലാം നോർമൽ റേഞ്ചിൽ മതിയാകും. ഡിക്രീസ്ഡ് ESR മേ ഡ്യൂ ടു ദി പോളിസൈത്തീമിയ, സിക്കിൾ സെൽ അനീമിയ, ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസ് ആൻഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. സോ എർത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റിൻ്റെ നോർമൽ വാല്യൂ അറിഞ്ഞിരിക്കുക. കൂടുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്, കുറയുന്നത് എന്തൊക്കെ അസുഖങ്ങൾ വരുമ്പോഴാണെന്നും ഓർത്തിരിക്കണം. അടുത്ത ഒരു നമ്മൾ ബ്ലഡ് പാരാമീറ്റർ നോക്കുന്നതാണ് മീൻ കോർപ്പസ്കുലർ വോളിയം, MCV എന്ന് പറയും. മെഷർമെൻറ്റ് ഓഫ് ദി സൈസ് ഓഫ് ദി RBC. ഇവിടെ നമ്മൾ RBCൻ്റെ സൈസാണ് മെഷർ ചെയ്യുന്നത്. നോർമൽ റേഞ്ച് 80 to 96 റേഞ്ചിലാണ് വരുന്നത്. ഹൈ ആണെങ്കിൽ ഈ മെയിൻ കോർപ്പസ്കുലർ വോളിയം നോക്കുമ്പം ഹൈ വാല്യൂ വിൽ ഇൻഡിക്കേറ്റ് ദി മാക്രോസൈറ്റോസിസ്. ഇനി വാല്യൂ കുറവാണെങ്കിൽ ദാറ്റ് വിൽ മീൻസ് മൈക്രോസൈറ്റോസിസ്. മെയിൻ കോർപ്പസ്കുലർ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പാക്ഡ് സെൽ വോളിയം ഇൻറ്റു 10/RBC. ഇതാണ് മെയിൻ കോർപ്പസ്കുലർ വോളിയം കണ്ടുപിടിക്കാനുള്ള വാല്യൂ. RBCൻ്റെ സൈസിനെ ഡിറ്റക്ട് ചെയ്യുന്നു. അതുവഴി മാക്രോസൈറ്റോസ് ആണോ മൈക്രോസൈറ്റിക് അനീമിയ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. മെയിൻ കോർപ്പസ്കുലർ വോളിയം നോർമൽ റേഞ്ചിൽ നിൽക്കുന്നുണ്ടോ അതോ മാക്രോയിലോട്ടാണോ മൈക്രോയിലോട്ടാണോ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, <32 g/dL ആണെങ്കിൽ സ്മോൾ സൈസ്ഡ് RBC വിത്ത് എ ലാർജ് സെൻട്രൽ പാലർ വിത്ത് എ കോൺസെൻട്രേഷൻ ഓഫ് ഹിമോഗ്ലോബിൻ ഡിക്രീസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് MHCC. ഇനി മാക്രോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. 3 തരത്തിൽ അനീമിയ വരാം. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, മാക്രോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആൻഡ് മൈക്രോസൈറ്റിക് ഹൈപ്പർക്രോമിക് അനീമിയ. ഇവിടെ മൈക്രോസൈറ്റിക് ആയതുകൊണ്ട് RBCൻ്റെ സൈസ് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. ഹൈപ്പോക്രോമിക് അനീമിയ ആയതുകൊണ്ട് ലാർജ് സെൻട്രൽ പാലർ ആണ്. ഇനി മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ എന്തായി? ബിഗ് സൈസ്ഡ് RBC ആയി. നോർമോക്രോമിക് ആയതുകൊണ്ട് നോർമൽ ആയിരിക്കും സെൻട്രൽ പാലർ എന്ന് പറയുന്നത്. ഇതായി പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് മൈക്രോസൈറ്റിക് ഹൈപ്പർക്രോമിക് അനീമിയ എന്ന് പറയുമ്പോൾ മൈക്രോ ആയതുകൊണ്ട് സ്മോൾ സൈസ്ഡ് RBC ആയിരിക്കും. ഹൈപ്പർക്രോമിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അബ്നോർമൽ ഓർ വിത്തൗട്ട് ദി സെൻട്രൽ പാലർ ആയിരിക്കും. ഇതാണ് ഈ ഒരു 3 അനീമിക് കണ്ടീഷൻസ് ആണോ ബോഡി ഇപ്പോൾ ഏത് കണ്ടീഷനാണ്, നോർമൽ ആണോ ഹൈപ്പർ ആണോ അല്ലെങ്കിൽ മൈക്രോ കണ്ടീഷനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മീൻ കോർപ്പസ്കുലർ വോളിയം നമ്മൾ നോക്കുന്നത്. അതിലൂടെ RBCൻ്റെ ഷേപ്പ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ പാരാമീറ്ററാണ് ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത്. അത്
നമുക്ക് ഓരോ ടൈമിനനുസരിച്ചിട്ട് ഇപ്പോൾ ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ഷുഗർ ആയിരിക്കത്തില്ല ആഹാരം കഴിച്ചതിന് ശേഷമുള്ളത്, അതായിരിക്കത്തില്ല റാൻഡം ബ്ലഡ് ഷുഗർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും. ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മൾ 3 മാസം കൂടുമ്പം എടുക്കുന്ന HbA1c ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ വ്യത്യാസം വരും. അപ്പോൾ അത് നോർമൽ ഏതാണ്, ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് 70 മുതൽ 99 ആണ്. ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യൻറ്റിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് 80 മുതൽ 130 വരെ ആകും. ഇനി 1 to 2 hours ആഫ്റ്റർ ദ മീൽ, നമ്മൾ ആഹാരം കഴിച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കുമ്പോൾ ഡയബറ്റിക് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് 140 താഴെ ആയിരിക്കണം, ഡയബറ്റീസ് ഉള്ളൊരു പേഷ്യൻറ്റിൽ 180 താഴെയാണ്. ഇനി HbA1c ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്. ഈ ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഡയബറ്റിക് പേഷ്യൻസിന് എടുക്കാൻ പറ്റുന്ന, എന്നാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് HbA1c ടെസ്റ്റ്. ഇത് ഡയബറ്റിക് ഇല്ലാത്ത പേഷ്യൻറ്റിൽ <5.7 ഡയബറ്റിക് ഉള്ള ആളുകളിൽ 7%, കാരണം ഇത് പെർസെൻറ്റേജിലാണ് പറയുന്നത്, <7% ആയിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ കൗണ്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ് ഉണ്ട്, നമ്മൾ റാൻഡമായിട്ട് പോയെടുക്കുന്ന ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ഉണ്ട്, ഫാസ്റ്റിംഗ് ഉണ്ട്, നമ്മൾ ആഹാരം ഒന്നും കഴിക്കാതെ ഫാസ്റ്റിങ്ങിൽ പോയെടുക്കുന്നുണ്ട്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഉണ്ട്. അതും നമ്മൾ ആദ്യമേ ഫാസ്റ്റിങ്ങിലെടുത്തു, അതിനുശേഷം നമുക്ക് അവിടുന്ന് ഗ്ലൂക്കോസ് ലാബിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും കുടിക്കാൻ കിട്ടും. അത് കുടിച്ച് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്ലഡ് ഗ്ലൂക്കോസ് മെഷർ ചെയ്യുന്നു. അതിനെയാണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ 3 മാസം വരെയുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. 3 മാസം ഇപ്പോൾ സാധാരണ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, ഒരാഴ്ചയായിട്ട് നമ്മുടെ ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തൊട്ട് നല്ല കൺട്രോൾ പിടിക്കുമ്പം നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടത്തില്ല. പക്ഷേ HbA1c ടെസ്റ്റ് ചെയ്യുന്ന വഴി ഒരു 3 മാസം മുമ്പ് വരെയുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് പ്രൊഫൈൽ വാല്യൂ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത് ഏകദേശം 4 to 6% ആണ് പറയുന്നത്. ഇതാണ് ബ്ലഡ് ഗ്ലൂക്കോസ് മെഷർ ചെയ്യാനുള്ള 4 മെത്തേഡ്: സിമ്പിൾ ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആൻഡ് HbA1c ടെസ്റ്റ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആണ് കൊളസ്ട്രോൾ. ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ട്, LDL ഉണ്ട്, HDL ഉണ്ട്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആൻഡ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിൽ HDL ആണ് നമുക്ക് നല്ല കൊളസ്ട്രോൾ, ഹെൽത്തി കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് കൂടുതൽ നിൽക്കണം. LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ എപ്പോഴും കുറവായിരിക്കണം വേണ്ടത്. ടോട്ടൽ കൊളസ്ട്രോൾ <200 mg/dL വേണ്ടത്. LDL എന്ന് പറയുന്നത് 100-ൽ താഴെ മതി. അതേസമയം HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് മെന്നിലാണെങ്കിൽ >35 വുമണിലാണെങ്കിൽ >40 ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ നമുക്ക് വേണ്ടുന്ന ഹെൽത്തി കൊളസ്ട്രോളിൻ്റെ അളവെന്ന് പറയുന്നത് നോർമൽ റേഞ്ച് >60 mg/dL ആണ്. ഇനി ഈ ഹെൽത്തി കൊളസ്ട്രോളിൻ്റെ അളവെന്ന് പറയുന്നത് ഈ 60 പോലും ഇല്ല, അതിലും താഴെയാണെങ്കിൽ നമുക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, പല അസുഖങ്ങളും ഹെൽത്തി കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ വളരെ കുറവാണെങ്കിൽ പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലൈക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സ്ട്രോക്ക്, type 2 ഡയബറ്റിസ് മെലിറ്റസ്, സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ ആൻഡ് ഓസ്റ്റിയോപോറോസിസ്. ഹെൽത്തി കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിൽ കണ്ടമാനം കുറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങളിലേക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, എത്തിപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. അടുത്തത് ബോഡി ടെമ്പറേച്ചർ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് ഹൈപ്പോതെർമിയ കണ്ടീഷനുണ്ട്, നോർമലുണ്ട്, ഫീവർ അല്ലെങ്കിൽ ഹൈപ്പർ തെർമിയ കണ്ടീഷനുണ്ട്, ഹൈപ്പർ പൈറക്സിയ ഉണ്ട്. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറായിട്ട് നമ്മൾ 37 അല്ലേ പറയുന്നത്, അത് കൂടാം. അതിൽ ബോഡി ടെമ്പറേച്ചർ തന്നെ ഹൈപ്പർ തെർമിയ കണ്ടീഷനിലോട്ട് പോകും, അല്ലെങ്കിൽ ഫീവർ കണ്ടീഷൻ പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഹൈപ്പർ പൈറക്സിയ സ്റ്റേജ് വരെ എത്താൻ പറ്റും. അപ്പം അതിൻ്റെ നോർമൽ നോക്കിക്കഴിഞ്ഞാൽ 36.5 to 37.5 ആണ്. ഫാരൻഹീറ്റിലും കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോതെർമിയ കണ്ടീഷൻ എന്ന് പറയുന്നത് <35 ആണ്. നമ്മുടെ ശരീരത്തിലെ പനി അല്ലെങ്കിൽ ഫീവർ എന്നുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ 37.5 കൂടുക അല്ലെങ്കിൽ 38.3 വരെ വന്ന് നിൽക്കുക. പക്ഷെ ഹൈപ്പർ പൈറക്സിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി സെൽഷ്യസിലൊക്കെ കൂടുതലാവുമ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക, ഫീവർ അല്ല പറയുന്നത്, ഹൈപ്പർ പൈറക്സിയ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആണ്. ഇനി മറ്റൊരു ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആണ് സ്പേം കൗണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്പേം ഇൻ ഇജാക്കുലേഷൻ, ഒരു ഇജാക്കുലേഷനിലെ ഉണ്ടാകുന്ന ടോട്ടൽ സ്പേം കൗണ്ട് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്.
ഏകദേശം 20 മില്യൺ ml അല്ലെങ്കിൽ 60 മില്യൺ പെർ ഇജാക്കുലേഷൻ ആണ് നോർമൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈങ് ദ സ്പേം കോൺസെൻട്രേഷൻ ബൈ വോളിയം. ഇതിൽ തന്നെ 3 കണ്ടീഷൻ വരാം. അസോസ്പെർമിയ എന്ന് പറയുന്നത് സ്പേം കൗണ്ട് തീരെ കുറവ്, അതായത് മീൻസ് നോ സ്പെർമറ്റോസൈറ്റ്, സ്പേം കൗണ്ടേ തീരെ, അതായത് നോക്കിയത് മില്യൺ കണക്കിനാണ് പറയുന്നത്. അപ്പോൾ തീരെ കൗണ്ട് വളരെ കുറവുള്ള കണ്ടീഷൻ നമ്മൾ ആസോസ്പെർമിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എന്താണ് മെയിൽ സ്റ്റെറിലിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ആസോസ്പെർമിയ വരുന്നത്. ഒലിഗോസ്പെർമിയ എന്ന് പറയുമ്പം എത്രയാണ് 20 മില്യണിൽ താഴെ വരുന്ന കണ്ടീഷനെയാണെന്ന് വിളിക്കുന്നത് ഒലിഗോസോസ്പെർമിയ എന്ന് പറയുന്നത്. ഇനി പോളിസോസ്പെർമിയ എന്ന് പറയുമ്പോൾ മേ റീച്ച് 350 മില്യൺസ് ഓൺ ഇജാക്കുലേഷൻസ്. അതാണ് 3 കണ്ടീഷൻ. അസോ മീൻസ് ആബ്സെൻസ് ആണ്, ഒലിഗോ മീൻസ് എന്താണ് കുറവാണ്, ആൻഡ് പോളിസോസ്പെർമിയ എന്ന് പറയുമ്പോൾ മേ റീച്ച് ദി 350 മില്യൺ വരെ എത്തുന്ന കണ്ടീഷൻ. ഇനി അടുത്തത് യൂറിൻ അനാലിസിസ് ആണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫിസിയോളജിക്കൽ പാരാമീറ്ററിൽ വരുന്നതാണല്ലോ. അപ്പം നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് യൂറിനും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂറിനിൽ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂൻസും കാണുന്നുണ്ട്. അപ്പം നോർമലായിട്ട് എന്തുണ്ടാവും? ഓർഗാനിക് കണ്ടൻസ് ഉണ്ട്, അതായത് നോൺ പ്രോട്ടീൻ നൈട്രജനിയസ് കോമ്പൗണ്ടുകൾ, ഇനോർഗാനിക് കോമ്പൗണ്ടുകൾ ക്ലോറൈഡ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, കാർബൺ ഒക്കെ ഉണ്ടാകും. എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഷുഗർ കണ്ടന്റ് ഉണ്ടാകും, പ്രോട്ടീൻ ഉണ്ടാകും, കീറ്റോൺ ബോഡീസ് ഉണ്ടാകും, ബിലിറുബിൻ കൗണ്ട്, ബിലിറുബിന്, ബൈൽ പിഗ്മെന്റ്സ്, ബ്ലഡിന്റെ സ്റ്റെയിൻസ് ഉണ്ടാകും, യൂറിനറി ട്രാക്ട് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതിന്റെ റെമനൻസ് ഉണ്ടാകും. ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് യൂറിനിൽ വരുന്നത്. ഇനി എപ്പോഴും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നത് ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ്. നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ എൻസൈംസിൻ്റെ ലെവൽ നോക്കാറുണ്ട്. അപ്പോൾ അത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രധാനമായിട്ടും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിലിറുബിന്, അതിൽ തന്നെ കോൺജുഗേറ്റഡ് ബിലിറുബിനും അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ കൗണ്ട്, പിന്നെ SGOT അഥവാ AST, SGPT, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ടോട്ടൽ പ്രോട്ടീന്, ആൽബുമിന്, ഗ്ലോബുലിന്, ഇത്രയും എല്ലാം എടുക്കത്തില്ല. ഇതിൽ ഈ SGOT, SGPT, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഒക്കെയാണ് പ്രധാനപ്പെട്ട എൻസൈം. അതാണ് നമ്മുടെ ലിവർ ഫംഗ്ഷനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഇതിൻ്റെ നോർമൽ കൗണ്ട് പറഞ്ഞിരിക്കുക, ഇതിൻ്റെ അളവ് എപ്പോഴാണ് എലവേറ്റ് ആകുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയും പറയുന്നുണ്ട്. അപ്പോൾ ബിലിറുബിൻ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ബിലിറുബിൻ എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഒരു റെഡിഷ് യെല്ലോ പിഗ്മെന്റ് മെയ്ഡ് ഡ്യൂറിങ് ദ നോർമൽ ബ്രേക്ക് ഡൗൺ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. RBCയുടെ ബ്രേക്ക് ഡൗണിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു നോർമൽ പിഗ്മെന്റ് ആണ് ബിലിറുബിൻ എന്ന് പറയുന്നത്. ഇതിന്റെ നോർമൽ റേഞ്ച് 0.1 to 1 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. പിന്നെ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ഉണ്ട്, അതായത് ഡയറക്റ്റ് ബിലിറുബിൻ ഈസ് മോർ സോലുബിൾ, ലെസ് ടോക്സിക്. സോ അത് എന്ത് ചെയ്യും? കോൺജുഗേറ്റ് ചെയ്ത് ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് കോൺജുഗേറ്റ് ചെയ്ത് നിൽക്കും. അതിൻ്റെ അളവെന്ന് പറയുന്നത് 0.35 മില്ലിഗ്രാം വരെ എത്തും. അൺകോൺജുഗേറ്റഡ് ഉണ്ട്, അതായത് ബൗണ്ട് ചെയ്യാതെ ബ്ലഡിൽ കാണാൻ കഴിയുന്നത്. ദാറ്റ് ഈസ് ബൗണ്ട് ടു എ സർട്ടൺ പ്രോട്ടീൻ ആൽബുമിൻ ഇൻ ദി ബ്ലഡ്. പിന്നെ SGOT എന്ന് പറയുന്നത് സിറം ഗ്ലൂട്ടാമിക് ഓക്സാലോ അസറ്റിക് ട്രാൻസാമിനേസ് ആണ്. ആൻ എൻസൈം ദാറ്റ് ഈസ് നോർമലി പ്രസന്റ് ഇൻ ലിവർ ഇൻ ഹാർട്ട് സെല്ല്. പിന്നെ SGPT എന്ന് പറയുന്നത് സിറം ഗ്ലൂട്ടാമിക് പൈറുവിക് ട്രാൻസാമിനേസ്. അടുത്ത ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ദാറ്റ് ഈസ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ബോഡി, പക്ഷേ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? ലിവറിലും ബൈൽ ഡക്റ്റിലും ബോൺസ് ആൻഡ് പ്ലാസന്റയിലാണ്. പിന്നെ ടോട്ടൽ പ്രോട്ടീൻ, ഇറ്റ് ഈസ് എ ബയോകെമിക്കൽ ടെസ്റ്റ് ഫോർ മെഷറിംഗ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ ദി സിറം. പിന്നെ ആൽബുമിൻ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്, ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലിവർ ആൻഡ് ദാറ്റ് ഫോംസ് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീനുകളിലേക്കും വെച്ച് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് ആൽബുമിനാണ്. അപ്പം ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിലാണ്. അപ്പോൾ ആൽബുമിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ലിവറിൻ്റെ ഫംഗ്ഷൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും കൂടെയാണത്. പിന്നെ അടുത്തത് ഗ്ലോബുലിൻ, ദാറ്റ് ഈസ് ആൾസോ എ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ബ്ലഡ്. ഗ്ലോബുലിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലിവർ ഫംഗ്ഷൻ, ബ്ലഡ് ക്ലോട്ടിങ് ആൻഡ് ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. അപ്പോൾ ഗ്ലോബുലിൻ കൗണ്ട് നോക്കുന്ന വഴി ലിവർ ഫംഗ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോബുലിൻ. അപ്പോൾ ഗ്ലോബുലിൻ്റെ കൗണ്ട് നോർമൽ ആണെങ്കിൽ ലിവർ ഫംഗ്ഷനും നോർമലാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ പറ്റും. ഈ എൻസൈമുകളും അതിൻ്റെ നോർമൽ കൗണ്ടുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു ക്ലിനിക്കൽ ഫാർമസി വരുന്നൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. 3 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്: ഡ്രഗ് ഡിപ്പെൻഡൻസ്, അഡിക്ഷന്, ഹാബിച്വേഷൻ. ഇത് തന്നിട്ട് ഡെഫിനിഷൻ തന്നിട്ട് അത് ഡ്രഗ് ഡിപ്പെൻഡൻസ് ആണോ, അഡിക്ഷൻ ആണോ, ഹാബിച്വേഷൻ ആയിരിക്കോ എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഡിപ്പെൻഡൻസ് എന്താണെന്ന് നോക്കാം.
അതിൽ തന്നെ ടൈപ്സും നോക്കണം. സോ ഫസ്റ്റ് ഡിപ്പെൻഡൻസ്, ഡ്രഗ് ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ആശ്രയിക്കുക. അപ്പം ഡ്രഗിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം അതാണ് ഡ്രഗ്സ് കേപ്പബിൾ ഓഫ് ഓൾട്ടറിങ്. അതായത് നമ്മൾ ഏത് മരുന്നാണോ ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ഓൾട്ടറിങ് ദ മൂഡ്സ് ആൻഡ് ഫീലിംഗ്, നമ്മുടെ മൂഡ്സിനെയും നമ്മുടെ ഫീലിങ്സിനെയും ഓൾട്ടർ ചെയ്യാൻ കഴിവുള്ള ഡ്രഗുകൾ. ആൻഡ് ദേ ആർ ലയബിൾ ടു ബി റെപ്പിറ്റേറ്റീവ് യൂസ് ടു ഡിറൈവ് യൂഫോറിയ, വിഡ്രോവൽ ഫ്രം ദ റിയാലിറ്റി ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് എക്സെട്ര. അതായത് ഏതൊരു മരുന്നിനാണോ നമ്മുടെ മൂഡ്സിനെയും ഫീലിങ്സിനെയും ആൾട്ടർ ചെയ്യാൻ സാധിക്കുന്നു, അതിൻ്റെ റെപ്പിറ്റേറ്റീവ് യൂസിലൂടെ, നിരന്തരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ നമുക്ക് ചില കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നു, അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. യൂഫോറിയ സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും അങ്ങനെ മനസ്സിലാക്കാതെ ജീവിക്കാനും, അങ്ങനെ നമ്മൾ സോഷ്യലി വിഡ്രോൺ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു മരുന്നിൻ്റെ ഉപയോഗം മൂലം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിപ്പെൻഡൻസ് എന്നൊന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ഫിസിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ട്, ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ട്. ഡെഫിനേഷൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ എളുപ്പമായിരിക്കും. ഇപ്പം ഡ്രഗ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ഓൾട്ടറിങ് ദ മൂഡ്സ് ആൻഡ് ഫീലിംഗ് ആൻഡ് ആർ ലയബിൾ ടു ദ റെപ്പിറ്റേറ്റീവ് യൂസ് ടു ഡിറൈവ് യൂഫോറിയ ഓർ എ വിഡ്രോവൽ ഫ്രം റിയാലിറ്റി. യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാകാതെ ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒരു ഡ്രഗിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇതിന് 2 ടൈപ്പ് ഉണ്ട്. സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ട്, ഫിസിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ട്. സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിലീവ് ദാറ്റ് ദ ഒപ്റ്റിമൽ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഈസ് അച്ചീവ്ഡ് ഓൺലി ത്രൂ ദി ആക്ഷൻ ഓഫ് ദ ഡ്രഗ്. അതായത് ഉപയോഗിക്കുന്ന ആൾക്ക് തോന്നുവാണ് ഈ ഒരു മരുന്ന്, ഈ ഒരു ഡ്രഗ് ഉപയോഗിച്ചാലേ എനിക്കൊരു വെൽബീയിങ് ഉണ്ടാവത്തുള്ളൂ എന്ന് സൈക്കോളജിക്കലി അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ബിലീവ് ദാറ്റ് ദ ഒപ്റ്റിമൽ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഈസ് അച്ചീവ്ഡ് ഓൺലി ത്രൂ ദി ആക്ഷൻ ഓഫ് ദ ഡ്രഗ്. ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷനിലൂടെ മാത്രമേ എനിക്ക് നന്നായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വെൽബീയിങ്ങിന് ഇത് ആവശ്യമാണ് എന്ന് തന്നെ മനസ്സിന് തന്നെ തോന്നി തുടങ്ങുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈക്കോളജിക്കലി ഡിപ്പെൻഡൻ്റ് എന്നതിന് പറയുന്നത്. ഇനി ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഓൾട്ടേർഡ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ് വിച്ച് നെസസേറ്റ്സ് ദ കണ്ടിന്യൂഡ് പ്രസൻസ് ഓഫ് ഡ്രഗ് ടു മെയിൻറ്റെയിൻ ദി ഫിസിയോളജിക്കൽ ഇക്വിലിബ്രിയം. ഈ ഒരു ഡ്രഗ് നമ്മുടെ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡ്രഗ് ഇല്ലാണ്ട് പറ്റില്ല. നമ്മൾ ഫിസിക്കലി ആ മരുന്നിനോട് എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ആവുന്ന അവസ്ഥനെയാണ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സോഷ്യൽ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫുൾ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് ആ മരുന്നാണെന്ന് നമ്മൾ സൈക്കോളജിക്കലി വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്നും വിളിക്കുന്നു. ഇനി ഈ മരുന്ന്, ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡ്രഗിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന വഴി നമുക്ക് ചില വിഡ്രോവൽ സിംറ്റംസ് അല്ലെങ്കിൽ ആബ്സ്റ്റിനൻസ് സിൻഡ്രംസ് വരുന്നു. അങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ, ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒപ്പിയോയിഡ്സ് ഉണ്ട്, ബാർബിറ്റുറേറ്റ്സ് ഉണ്ട്, ആൽക്കഹോൾ കാറ്റഗറിയിലുള്ള ഡ്രഗ്സ് ഉണ്ട്, ബെൻസോഡാസെപ്പീൻസ് ഉണ്ട്. ഇനി അടുത്ത 2 ടേമാണ് ഡ്രഗ് അഡിക്ഷനും ഡ്രഗ് അബ്യൂസും. ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ഡ്രഗ് അബ്യൂസ് ക്രോണിക് അല്ലെങ്കിൽ ഹാബിച്വൽ യൂസ് ഓഫ് എനി കെമിക്കൽ സബ്സ്റ്റൻസ് ടു ആൾട്ടർ ദ സ്റ്റേറ്റ് ഓഫ് ബോഡി ഓർ മൈൻഡ് ഫോർ അതർ ദാൻ മെഡിക്കലി വാറണ്ടഡ് പർപ്പസ്. അതായത് നമ്മൾ ഈ ഉപയോഗിക്കാൻ പോണ ഈ ഡ്രഗ് മെഡിക്കലി വാറണ്ടഡ് പർപ്പസിനല്ല യൂസ് ചെയ്യുന്നത്. മെഡിക്കലി ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ടേ ആയിരിക്കത്തില്ല നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇപ്പം ചുമയ്ക്കുള്ള മരുന്ന് അത് കഫിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ചില ആളുകൾ ആ മരുന്നിനെ ദുരുപയോഗം ചെയ്യുന്നു. കഫ് മാറാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല, അവർക്ക് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ക്രോണിക് അല്ലെങ്കിൽ ഹാബിച്വൽ യൂസ് ഓഫ് എനി കെമിക്കൽ സബ്സ്റ്റൻസ്, അതിലൂടെ ദേ വിൽ ആൾട്ടർ ദ സ്റ്റേറ്റ് ഓഫ് ബോഡി ഓർ മൈൻഡ് ഫോർ അതർ ദാൻ ദയർ മെഡിക്കലി വാറണ്ടഡ് പർപ്പസ്. മെഡിക്കലി എന്ത് ആവശ്യത്തിനാണോ ആ മരുന്ന് ഉപയോഗിക്കേണ്ടത് ആ മരുന്ന് അതിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല അതിനെ യൂസ് ചെയ്യുന്നത്. അടുത്തത് അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറയുന്നത് കമ്പൽസീവ് നേച്ചർ ഓഫ് ദ ഡ്രഗ് യൂസ് ഡിസ്പൈറ്റ് ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഹാം ടു ദ യൂസർ, സൊസൈറ്റി ആൻഡ് ഇൻക്ലൂഡ്സ് ബോത്ത് ഇലിസിറ്റ് ആൻഡ് ഇലിസിറ്റ് ഡ്രഗ്സ്. അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴത്തേക്കും ആൾക്ക് മാത്രമല്ല, ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമല്ല അതിൻ്റെ ദോഷം ഉണ്ടാകുന്നത്, സൊസൈറ്റിക്കും അതിൻ്റെ എന്തുണ്ടാകുന്നു, ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാകുന്നു.
ബോത്ത് ലിസിറ്റ് ആൻഡ് എലിസിറ്റ് ഡ്രഗ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി അബ്യൂസ് എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബ്രോഡ് റേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഇൻക്ലൂഡിങ് ആൽക്കഹോൾ ആൻഡ് ഇൻഹലൻസ് ദാറ്റ് ക്യാൻ ഫിറ്റ് ദി അഡിക്റ്റീവ് പ്രൊഫൈൽ. ഇതിനെയാണ് അബ്യൂസ് എന്ന് പറയുന്നത്. നമുക്കൊരു ടേബിൾ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് എന്ത് ചെയ്യാം, കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി എളുപ്പം വരും. ഡ്രഗ് അഡിക്ഷൻ ഈസ് എ സ്റ്റേറ്റ് ഓഫ് പീരിയോഡിക് ഓർ ക്രോണിക് ഇൻടോക്സിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി റിപ്പീറ്റഡ് കൺസപ്ഷൻ ഓഫ് എ ഡ്രഗ്. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ആയിട്ടുള്ള, അതായത് ഒരു ഒറ്റയടിക്ക് നമ്മൾ അതിനോട് എന്തായതല്ല, ഒരുപാട് നാളായിട്ടുള്ള ഒരു പീരിയോഡിക് ആയിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് കുറേ നാളായിട്ട് ആ ഒരു പർട്ടിക്കുലർ ഡ്രഗിനെ നമ്മൾ എന്താകുന്നു, അഡിക്റ്റഡ് ആകുന്നതാണ്. ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, ഒരു പീരിയോഡിക് അല്ലെങ്കിൽ ഒരു ക്രോണിക് ഇൻടോക്സിക്കേഷൻ ആണ് ബൈ ദി റിപ്പീറ്റഡ് കൺസംഷൻ ഓഫ് ദി ഡ്രഗ് ആണ്. ഇനി ഹാബിച്വേഷൻ എന്ന് പറയുന്നത് ഇസ് എ കണ്ടീഷൻ റിസൾട്ടിങ് ഫ്രം ദ റിപ്പീറ്റഡ് കൺസപ്ഷൻ ഓഫ് ദ ഡ്രഗ് ആണ്. ഹാബിച്വേഷൻ കുറച്ചും കൂടെ മാറ്റാൻ എളുപ്പമുണ്ട് വെൻ കമ്പയർഡ് ടു അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറയുന്നത് അഡിക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് മാറാൻ ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ അത് ഒരുപാട് ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കും. ഹാബിച്വേഷൻ അങ്ങനെയല്ല, ജസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസ് മാത്രമേ ഉള്ളത്. നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ അതിനോട് എന്തായിട്ടില്ല, ഹാബിറ്റ്വേഷൻ പോലെ അത്രയും എഫക്റ്റിലോട്ട് പോയിട്ടുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ആൻ ഓവർ പവറിങ് ഡിസയർ ഓർ നീഡ് ടു കണ്ടിന്യൂ ടേക്കിംഗ് ദ ഡ്രഗ്സ് ആൻഡ് ടു ഒബ്റ്റെയിൻ ഇറ്റ് ബൈ എനി മീൻസ്. അതായത് ഈ ഒരു മരുന്ന് കിട്ടാനായിട്ട് എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും അഡിക്ഷനുള്ള ആളുകൾ. അതാണ് പറയുന്നത് ആൻ ഓവർ പവറിങ് ഡിസയർ ഓർ എ കമ്പൽഷൻ ടു കണ്ടിന്യൂ ടേക്കിംഗ് ദ ഡ്രഗ് ആൻഡ് ടു ഒബ്റ്റെയിൻ ഇറ്റ് ബൈ എനി മീൻസ്. ഏത് വിധേനയും ആ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സാധനം കിട്ടാനായിട്ട്, ആ ഒരു ഡ്രഗ് ആകാം, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതാണ് പറയുന്നത് അഡിക്ഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിക്കും കൂടെ എന്താണ് ദോഷമാകും എന്ന് പറയുന്നത്. എ ടെൻഡൻസി ടു ഇൻക്രീസ് ദ ഡോസ്, അതായത് ആദ്യം എടുത്തിരുന്ന ഡോസ് പോരായിക വരുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകും അഡിക്ഷനുള്ള ആളുകൾക്ക്. എ സൈക്കോളജിക്കൽ ആൻഡ് ജനറലി എ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഓൺ ദി എഫക്റ്റ് ഓഫ് ഡ്രഗ്. അഡിക്ഷൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആ ഡ്രഗ് ഇല്ലാണ്ട് പറ്റില്ല, അത് നമ്മുടെ ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി ആ മരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, കൺട്രോൾ ചെയ്യാൻ പോകുന്ന അവസ്ഥയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അബ്യൂസ് എന്ന് പറയുമ്പം അത്രയും പ്രശ്നം വരത്തില്ല. ആ ആഗ്രഹമുണ്ട്, അത് ഇവിടെ കണ്ട് ഓവർ പവറിങ് ഡിസയർ ആണ്. അതായത് ആഗ്രഹം ഭയങ്കരമായിട്ട് ആഗ്രഹം നമ്മളെ വല്ലാതെ എന്ത് ചെയ്യും, എന്ത് ചെയ്തും എന്ത് ഹീനമായിട്ടുള്ള കാര്യം ചെയ്തു അത് ആ ഒരു പർട്ടിക്കുലർ ഡ്രഗ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, മോർഫിനായാലും കൊഡീനായാലും എന്തായാലും അത് കിട്ടാനായിട്ട് എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും അഡിക്ഷനുള്ള ആളുകളിൽ. പക്ഷെ ഹാബിച്വേഷനിൽ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അതൊരു ആഗ്രഹമേ ഉണ്ടാകത്തുള്ളൂ, അതിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു അവസ്ഥ വരെ പോകത്തില്ല. പിന്നെന്താണ് ലിറ്റിൽ ഓർ നോ ടെൻഡൻസി ടു ഇൻക്രീസ് ദ ഡോസ്. ഇവിടെ ആൾക്ക് ആദ്യം കിട്ടിയിരുന്ന ഡോസിനേക്കാളും വീണ്ടും എക്സ്ട്രാ വേണം എന്ന് എപ്പോഴും തോന്നാറുള്ളൂ. ഹാബിച്വേഷനിൽ അങ്ങനെ ഒരു കേസ് വരത്തില്ല. അപ്പം ഇതാണ് അഡിക്ഷനും ഹാബിച്വേഷനും നമ്മുടെ വ്യത്യാസം. അപ്പം ഇത് മൂന്നെണ്ണം നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, അഡിക്ഷനും ഹാബിച്വേഷനും ഡിപ്പെൻഡൻസും. നമ്മൾ പറഞ്ഞ തന്നെയാണ് ഡിട്രിമെൻ്റൽ എഫക്റ്റ് ആണ് ഹാബിച്വേഷൻ. അഡിക്ഷൻ എന്ന് പറയുന്നത് ഹാം ടു പേഴ്സൺ ആസ് വെൽ ആസ് സൊസൈറ്റി ആൾസോ. ഹാബിച്വേഷൻ എന്ന് പറയുന്നത് ആൾക്ക് മാത്രമേ അതുകൊണ്ടുള്ള ദോഷം വരത്തുള്ളൂ. അഡിക്ഷനെ സംബന്ധിച്ച് എന്താണ്, സൊസൈറ്റിക്കും അതൊരു പ്രശ്നമാവുന്നുണ്ട്. പിന്നെ ഹാബിച്വേഷനിൽ ക്രേവിങ്സ് നില്ലായിരിക്കും, അവിടെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രേവിങ് ആയിരിക്കും, അതില്ലാതെ പറ്റത്തില്ല, ഭയങ്കര ആഗ്രഹമായിരിക്കും, അത് കിട്ടണം എന്നുള്ള ഒരു ക്രേവിങ് ഭയങ്കരമായിരിക്കും. പിന്നെ ടോളറൻസ് ഉണ്ടാകുന്നില്ല, അവിടെ ടോളറൻസ് ഉണ്ടാകും. അതായത് ഏത് ഡോസിലാണോ ഇത് കഴിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ഡോസ് തന്നെ മതി, അതിൻ്റെ അളവ് കൂട്ടണം എന്ന് തോന്നാറില്ല, ടോളറൻസ് ക്രിയേറ്റ് ചെയ്യത്തില്ല. പക്ഷെ അഡിക്ഷനിൽ കഴിച്ചിരുന്ന ആദ്യം എടുത്തിരുന്ന എത്രയാണോ അതിൻ്റെ എക്സ്ട്രാ ആയിരിക്കും പിന്നെ അടുത്ത പ്രാവശ്യം വേണമെന്ന് തോന്നുക. പിന്നെ വിഡ്രോവൽ എഫക്റ്റ് ഉണ്ടാവത്തില്ല. അതാ പറഞ്ഞത് ഹാബിച്വേഷനുള്ള ആളുകളെ പെട്ടെന്ന് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറ്റിയെടുക്കാം, കുഴപ്പമുണ്ടാവില്ല, വിഡ്രോവൽ എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. പക്ഷെ അതല്ല അഡിക്ഷൻ, ലൈഫ് ത്രെട്ടനിങ് ആണ്, വിഡ്രോവൽ എഫക്റ്റും കൂടുതലായിരിക്കും. ഇനി ഇതിനെങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പം ആൽക്കഹോൾ പോലുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ അവേഷൻ തെറാപ്പി പോലുള്ള തെറാപ്പി ചെയ്യാം, പിന്നെ കൗൺസിലിംഗ് സെഷൻസ് അങ്ങനത്തെ ഒക്കെ രീതിയുണ്ട്. സോ അവേഷൻ തെറാപ്പി ക്യാൻ ബി യൂസ്ഡ് വിത്ത് ആൽക്കഹോളിക്സിന് ഏതെങ്കിലും ഒരു എമറ്റിക് ഡ്രഗുമായിട്ട് എന്ത് ചെയ്യുക, പെയർ ചെയ്യുക. അപ്പം മരുന്ന് ഈ അമറ്റിക് ഡ്രഗ് കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ആൽക്കഹോൾ കൊടുക്കുമ്പോൾ ആളെന്ത് ചെയ്യും, അത് ഛർദ്ദിക്കും. അപ്പോൾ പിന്നെ ആൾക്കത് എടുക്കാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും, കുറയും. ഓവർ ടൈം ദ ആൽക്കഹോളിക് അസോസിയേറ്റ്സ് ആൽക്കഹോൾ വിത്ത് ബീങ് സിക്ക് ആൻഡ് ഡസ് നോട്ട് വാണ്ട് ടു ഡ്രിങ്ക് ആൽക്കഹോൾ എനിമോർ. പിന്നീട് അത് വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോകും. അതാണ് അവേഷൻ തെറാപ്പിയുടെ ഭാഗം.